നമ്മളൊരു ഇതിപ്പോൾ KRML ആണ്, CMRL ആണ്, അതൊരു തട്ടിപ്പ് കമ്പനിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ വസ്തുതാപരമായ കാര്യം പറയരുത്. ഒന്നാമത്തെ കാര്യം എന്താണ്, ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പറയാം, KRML-ഉം CMRL-ഉം ഇതുവരെ 2001 തുടങ്ങി 2005-6 വരെയുള്ള കാലയളവിൽ 10 മാസം മാത്രമാണ് കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ നിന്നും ഈ കരിമണൽ ഖനനം ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെ ഒരു ലോഡ് മണൽ പോലും ഈ കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ നിന്ന് ഖനനം ചെയ്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് ടേൺ ഓവർ വരാനുള്ള കാരണം? IREL-ഉം നമ്മുടെ KMML-ഉം എടുക്കുന്ന മണൽ വാങ്ങിയത് CMRL ആണ്. മനസ്സിലായോ? CMRL ആണ്. അവർക്ക് അതുകൊണ്ടാണ് ടേൺ ഓവർ വന്നത്. CMRL എന്തുകൊണ്ട് ടേൺ ഓവർ വന്നു? KMML എടുത്ത മണൽ അവർ വാങ്ങി. പക്ഷേ കേരളത്തിൽ ഖനനം ചെയ്താരാ? സർക്കാർ കമ്പനികളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനിയും കേരള സർക്കാരിൻ്റെ കമ്പനിയും. രണ്ടാമത്തെ കാര്യം, സ്മൃതി മാഡത്തിൻ്റെ കയ്യിലിരിക്കുന്ന ജിയോ എന്താണ്? 60 ഏക്കർ ഭൂമി ഈ പറയുന്ന KEML-ന് ലീസിന് കൊടുത്തു. അതെന്തുകൊണ്ടാണ്? ഒരു കമ്പനിക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 15 ഏക്കറാണ്. അതിൽ കൂടുതൽ കൈവശം വെച്ച ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരമുള്ളത് തിരിച്ചു പിടിച്ചതാണ് ഈ പറഞ്ഞ ഉത്തരവ്. ഇതിനെയാണ് KMRL കേരളത്തിൻ്റെ തീരത്തിൽ നിന്ന് മുഴുവൻ കരിമണൽ ഖനനം നടത്തി എന്ന് പറയുന്നത്. ഇതുവരെ ഈ ശശിധരൻ കർത്ത പറയുന്ന കാര്യം എന്താണെന്നറിയോ? ശശിധരൻ പറയുന്നത്, നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചോളൂ, ഞങ്ങൾ കേരളത്തിൻ്റെ തീരങ്ങളിൽ നിന്ന് ഖനനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഖനനം ചെയ്തിട്ടില്ല. ഖനനം ചെയ്ത് ആരാണ്? ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസിയാണ്. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇനി സ്മൃതി മേഡം പറയാതെ പോകുന്ന ഒരു കാര്യം, 2019 തുടങ്ങി 2029 വരെ KMML-ഉം മണലെടുത്തിട്ടില്ല. 2019 തുടങ്ങി ആരാ മണലെടുത്തത്? IREL മാത്രമാണ്. അതാരുടെ കമ്പനിയാ? അത് കേന്ദ്രത്തിൻ്റെ കമ്പനിയാണ്. ആ IREL മണൽ കൊടുത്താരാ? ഈ CMRL-നാണ്. ഈ പറയുന്ന CMRL-നും KEML-നും മണൽ കൊടുത്തു. അതിനെൻ്റെ ആർക്കൊന്നും പറയാനില്ലാത്ത എങ്ങനെയാണ് ഈ IREL-ന് ഈ പറയുന്ന CMRL-ന് മാത്രം മണൽ കൊടുക്കാൻ പറ്റുക? കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ IREL കേരളത്തിൻ്റെ ഈ പറയുന്ന കരിമണൽ മുഴുവൻ കടത്തിക്കൊണ്ട് പോയിട്ട് ആ കടത്തിയ സാധനം കോടിക്കണക്കിന് രൂപയാണ്, 3000 കോടി എങ്ങാണ്ടാണ്, എനിക്ക് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല, 3000 കോടി രൂപേൻ്റെ എങ്ങാണ്ട് വരുന്ന കരിമണൽ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഈ CMRL കൊടുത്തു. അതെന്താ ചോദ്യം ചെയ്യാത്തത്? അതെങ്ങനെ ആ ഒരു കമ്പനിക്ക് മാത്രം ഈ കരിമണൽ കിട്ടിയത്? എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? കേരളത്തിലെ ഞാൻ LDF UDF പറയുന്നത് കേട്ടോ, LDF-ൻ്റെ കാലത്തും UDF-ൻ്റെ കാലത്തും ഒരു തരി മണൽ പോലും കേരളത്തിൻ്റെ അതിർത്തി തീരങ്ങളിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് സത്യാവസ്ഥ. ഈ സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് ഈ CMRL-ഉം KERML-ഉം കേരളത്തിൽ നിന്ന് കോടികളുടെ മണൽ കടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ എന്തൊരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാതെ പറയുകയാണ് കേരളത്തിൽ ഖനനം ചെയ്തു പോയി. രണ്ടാമത്തെ കാര്യം, ഈ 2001, 2006 ഉത്തരവിൽ ശക്തമായി പോരാടിയത് വേറൊരാളാണ്. ആരാന്നറിയോ? VS അച്യുതാനന്ദനാണ്. കേരളത്തിലും കേന്ദ്രത്തിലും മുഴുവൻ കേസ് കളിച്ച VS അച്യുതാനന്ദനാണ്. 2011-16 കാലയളവിലാണ് ഈ 2006-11 കാലയളവിൽ ഒരു ഉത്തരവ് പോലും CMRL-നോ ഈ KMRL-നോ അനുകൂലമായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയത് മുഴുവൻ എത്രയാണെന്നറിയോ? 2011-16 കാലയളവിലാണ്. 11-16 കാലയളവ് ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? കോൺഗ്രസ്സാണ് കേരളത്തിൽ. ആ സമയത്താണ് കിട്ടിയത്. മനസ്സിലായില്ലേ? അതിൻ്റെ അപ്പീൽ പോയി. പിന്നെയും ആ അപ്പീലിൻ്റെ പുറത്താണ് 2019 ഏത് ഉത്തരവ് വന്നത്? 2019 ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. കേന്ദ്ര സർക്കാർ എന്തിനാണ് അങ്ങനെ ഒരു ഉത്തരവിറക്കിയത്? കേന്ദ്രത്തിന് മാത്രം പിരിച്ചാൽ മതിയെന്ന്. കേന്ദ്രത്തിന് മാത്രം ഈ പറഞ്ഞ കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ ധാതു ലവണങ്ങൾ കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനം മാത്രം ഖനനം ചെയ്തെടുത്താൽ മതി എന്ന് ഉത്തരവ് വന്നെന്തിനാണ്? ആ ഉത്തരവാണ് ഏറ്റവും സംശയപ്രദം നമ്മൾ കാണേണ്ടത്. എന്താ കാരണം? ആ ഉത്തരവിന് ശേഷം എടുത്ത മണൽ മുഴുവൻ ഈ IREL എടുത്തല്ലോ കേന്ദ്ര ഏജൻസി. ആ മണൽ മുഴുവൻ എവിടേക്കാണ് കിട്ടിയത്? ഈ KMRL-നാണ് കിട്ടിയത്. അതിലെന്തേ കോൺഗ്രസ് ആക്ഷേപമില്ലേ? അപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് വെച്ചിട്ട് ഉത്തരവ് എന്നാൽ ശരി, നമ്മുടെ ഉത്തരവ് 2011-23 പിണറായി വിജയൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കി. ഈ ഉത്തരവ് ഈ കർത്തയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അയാളുടെ കയ്യിലുള്ള 60 ഏക്കർ പിന്നെയും പോവുകയാണ് ചെയ്തത് അല്ലേ? അപ്പം ഇതിനെ നമ്മൾ ഈ വളച്ചൊടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഏത് കാര്യത്തിനകത്ത് വളച്ചൊടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നേരത്തെ മാധു പറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു വാർത്തയാണ്.
2014 ഈ വീണ വിജയൻ കമ്പനി തുടങ്ങുന്നത്. 2015-16 25 ലക്ഷം രൂപ ടേൺ ഓവർ ഉണ്ട്. 16-17 44 ലക്ഷം രൂപ ടേൺ ഓവർ ഉണ്ട്. 17-18 1 കോടി രൂപ ടേൺ ഓവർ ഉണ്ട്. 2018-19 1 കോടി 11 ലക്ഷം രൂപ ടേൺ ഓവർ ഉണ്ട്. 2019-20 52 കുറയുന്നു. 20-21 24 കുറയുന്നു. 21-22 5 ലക്ഷമായി കുറയുന്നു. അതോടുകൂടി കമ്പനി പൂട്ടുന്നു. ഇതാണ് ടേൺ ഓവർ. ഈ കമ്പനി ഒരു ദിവസം സുപ്രഭാതത്തിൽ പോയിട്ട് ഈ പറയുന്ന ശശിധരൻ കർത്തയുടെ അടുത്ത് മാത്രം ഓർഡർ മേടിക്കുന്നതാണെന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന എന്തോ പിന്നെ ഈ പറയുന്ന കമ്പനി തന്നെ ഫ്ലോട്ട് ചെയ്തത്, ഈ പറയുന്ന എക്സ്ട്രാലോജിക്ക് ഫ്ലോട്ട് ചെയ്ത് കമ്പനി ഫ്ലോട്ട് ചെയ്തത് ഈ ശശിധരൻ കർത്തയുടെ ഓർഡർ മേടിക്കാനാണെന്ന് പറയാൻ തന്നെ പറ്റില്ല. ഈ 2014 ഓർഡർ പിന്നെ ഈ കമ്പനി ഈ വീണ വിജയൻ തുടങ്ങുന്ന സമയത്ത് കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ്. 14 ആ 2014 UDF സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് വീണ വിജയന് ബാംഗ്ലൂരിൽ ഒരു കമ്പനി തുടങ്ങാൻ പാടില്ലേ? നോർമലി പാടില്ലേ? വീണ വിജയൻ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഓർഡർ കിട്ടുന്നത് എപ്പോഴാണ്? 2018-19 കാലങ്ങളിലല്ലേ? അല്ല, ഒരു മിനിറ്റ് പറയട്ടെ. 18 അപ്പം കമ്പനി അപ്പം ഈ ഇത്രയും നാൾ ഒരു മിനിറ്റ് വേണം. ഇത്രയും നാൾ കേരളത്തിൽ ഉണ്ടാക്കിയ നെറേറ്റീവ് എന്തായിരുന്നു? വീണ വിജയൻ ഒരു കമ്പനി ഉണ്ടാക്കി. ഏത് എക്സാലോജിയുടെ ഓർഡർ? വീണ വിജയൻ കമ്പനി ഉണ്ടാക്കിയത് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം അല്ല. 2014 ഉമ്മൻചാണ്ടി 2014 അതാണ് ഞാൻ വായിച്ചത്. 2014, 15, 16, 17, 18, 19, 20, 21, 22 വരെ ആ കമ്പനിയിൽ എത്ര ഡീൽ നടത്തിയിട്ടുണ്ടെന്നുള്ളത് അത് ഇന്നേ വരെ വീണ വിജയൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ എക്സാലോജിക്ക് വീണ ടി വന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന ഞാൻ എക്സാലോജിക്ക് മാത്രമായിട്ട് ഈ CMRL മാത്രമേ ഇടപാട് നടത്തിയിട്ടുള്ളത്? കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാകുന്ന നരേറ്റീവാണ്. ഒരു മിനിറ്റ് അത് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ലീസ് കൊടുക്കുന്ന സ്ഥലം. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് ഒരു മിനിറ്റ് കഴിഞ്ഞില്ല. അതോട് ഒരു മിനിറ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ സംഭവം? ഈ 22-23 വരെ 22 ഈ കമ്പനി ക്ലോസ് ചെയ്തു. പിന്നെ മനോരമയുടെ ഇന്നത്തെ വാർത്ത ഒരു 7 ചോദ്യവും 7 ഉത്തരവും. നിങ്ങൾ സാമാന്യം വിചാരിക്കുന്നുണ്ടോ ഒരു SFIO പോലെ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ അന്വേഷണം നടത്തുമ്പോൾ 7 ചോദ്യം 7 ഉത്തരവ് ഉണ്ടാവുള്ളോ? അപ്പോൾ എന്താണ് അർത്ഥം? മനോരമയ്ക്ക് ആവശ്യമുള്ള ഈ പറഞ്ഞ സെലക്റ്റീവ് ലീക്കേജ് നടത്തി ആ ചോദ്യവും ആ ഉത്തരവും മാത്രം പുറത്തേക്ക് വിട്ടു. അതല്ലേ ചെയ്തിട്ടുണ്ടാവുക? അതിനപ്പുറത്തേക്ക് അതാണ് ഈ വീണ വിജയനോട് SFI ചോദിച്ച ചോദ്യം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതേവരെ പറഞ്ഞില്ലല്ലോ. 2021 തുടങ്ങി ഈ ആരോപണം വന്നിട്ട് ഈ സമയം വരെ വീണയൊന്നും പറയണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്? അവർക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദ? ആര് പോയി? എവിടെ പോയത്? വീണ എവിടെ പോയത്? പിന്നെ എവിടെ കോടതി പോയ കാര്യം പറഞ്ഞേ? ഏത് കോടതി പോയ കാര്യം പറയണേ? ഏത് കോടതി പോയ കാര്യം പറയുന്നേ? പറ. സ്മൃതി മേഡം പറഞ്ഞില്ല കോടതി പോയത്. ഏത് കോടതി പോയ കാര്യം പറയുന്നത്? ഏത് പൈസയാണ് കോടതിക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളത്? പറ. CMRL ആരൊക്കെയാണ് പങ്കാളിയായിട്ട്? അതല്ലേ മാറ്റിക്കൊള്ളുന്ന പരാതി എടുത്ത് ചവിറ്റുകൊട്ടയിലിട്ട കോടതി. നിങ്ങൾ ഈ ചവിറ്റുകൊട്ടയിലിട്ടിരിക്കുന്ന മാത്യു കൊള്ളാതെ തെളിവില്ല. പ്രിയപ്പെട്ട സ്മൃതി, ഞാനൊന്ന് വായിക്കാം. KMRL സാൻഡ് മൈനിങ് കോൺട്രാക്ട് ക്യാൻസൽഡ് 5 years ലേറ്റ് ഡെസ്പൈറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റീവ് ഇൻ 2019. ഇപ്പൊ സ്മൃതി വായിച്ച കാര്യം മാത്യു കുളനാടൻ 2024 കോൺഗ്രസിന്റെ നേതാവാണ്, കേരളത്തിലെ MLA ആണ്. ഇതാണോ പുതിയ തെളിവ്? മാത്യു കുളനാടൻ തോറ്റ കേസാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ്. ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്ന 2019 മുതൽ 2023 വരെ 2019 കേന്ദ്രം ഇത് നടത്തി. ഞാൻ ജീവാണ് വായിച്ചത്. ഇനി ചോദ്യമൊന്നുമില്ല. 10 മാസം ഖനനം ചെയ്തത് എന്തായാലും UDF-ന്റെ കാലത്തുണ്ടല്ലോ. 10 മാസം ഖനനം UDF-ന്റെ കാലത്താണല്ലോ. അല്ലെ, ഉമ്മൻചാണ്ടി റദ്ദാക്കിയതാണല്ലോ 10 മാസത്തിന് ശേഷം. MLA-നെ ആ
സമയത്ത് ഉമ്മൻചാണ്ടി റദ്ദാക്കിയിട്ടില്ല. ആ സമയത്ത് റദ്ദാക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് റദ്ദാക്കിയത്. എവിടെ റദ്ദാക്കി? ഓർഡർ സുപ്രീം കോടതി റദ്ദാക്കി അവര് സുപ്രീം കോടതി ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അതാ സാറേ പറയുന്നത്. അതാ ഞാൻ പറയുന്നത് അല്ല, ഈ തമാശ ബിസിനസ് ചെയ്യുന്നവർക്ക് അവരവരുടെ ധാരണ ഉണ്ടാവുമല്ലോ. അല്ല ഇവിടെ അതുകൊണ്ടാണ് സുപ്രീം കോടതി മോഷണം നടത്താൻ അത് വേണ്ടിയിട്ട് തള്ളിക്കൊടുത്തത്. അനുമതി കൊടുത്തത് UDF സർക്കാരിന്റെ കാലത്ത് 10 മാസം മോഷണം നടത്തി. പക്ഷേ UDF സർക്കാരിന്റെ ആരുടെ മക്കൾക്ക് ഇപ്പൊ കടമൊന്നും കൊടുത്തിട്ടില്ല. ആർക്കും കടം കൊടുത്തിട്ടില്ല. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതി കൊടുത്ത UDF സർക്കാരിലെ നേതാക്കൾ പരിശുദ്ധരാണെന്നും അതെ. അതിനെതിരെ പോരാടുകയും മേടിക്കാം. ഒടുവിൽ അത് ടെർമിനേറ്റ് ചെയ്ത LDF സർക്കാർ കുറ്റവാളികളാണെന്നുള്ളതാണ് 2019 കേന്ദ്ര സർക്കാർ ഉത്തരവ് 2023 ടെർമിനേറ്റ് ചെയ്ത ഉത്തരവ് ഇട്ടതാരാണ്? കേന്ദ്രം നൽകിയ ഉത്തരവ് നടപ്പാക്കേണ്ടി വന്നു 2023 എതിർപ്പിനെ തുടർന്ന്. എന്ത് നടപ്പിലാക്കി? LDF സർക്കാരിന്റെ നയം തന്നെ എന്ത് നടപ്പിലാക്കി? പൊതുമേഖലയിലെ പാടുള്ളൂ. നയമില്ലായിരുന്നു. സുപ്രീം കോടതി വിധി വാങ്ങിച്ചു വന്ന എന്ത് ചെയ്യും? കഷ്ടം. എന്ത് നടപ്പിലാക്കി പറയുന്നത്? അല്ല ഈ KMRലോ CMRലോ കരിമണൽ ഖനനം നടത്തിയോ 2019 ശേഷം? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമുക്കതിന്റെ ഉത്തരത്തിലേക്ക് എത്തിയാൽ എന്താണ് ഉത്തരം? നമ്മുടെ ചോദ്യം എന്താണ്? അല്ല ഈ പറയുന്ന അല്ല ഈ CMRL ഈ വീണ വിജയന്റെ എനിക്കുണ്ട് എക്സാലോജിക്കിന്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് CMRലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നും SFIയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങ് അതില്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഈ കമ്പനി ഉണ്ടാക്കിയത് CMRL എടുത്ത് പൈസ മേടിക്കാനെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപയായിരുന്നു ക്യാപിറ്റൽ. അതിൽ അല്ല -66 lakhs ആയിരുന്നു. ഇതാണ് അവരെ ബാലൻസ് ഷീറ്റ്. ഇന്ത്യൻ എക്സ്പ്രസ് പിന്നെ എനിക്ക് നേരിട്ട് ആരും ബാലൻസ് ഷീറ്റ് ഒന്നും അയച്ചിട്ടില്ല. എനിക്ക് എത്ര ഇതായിട്ട് സംസാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് ചെയ്ത വാർത്ത ഇതാ ഞാൻ കാണിക്കുന്നു. എക്സ്പ്രസിൽ റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ഞാൻ ആദ്യം പറഞ്ഞു അത് റിപ്പോർട്ട് ചെയ്താണ്. അതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ വന്നിട്ടില്ല. എന്റെ കയ്യിലുള്ളത് അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് ഇത് മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ള മാത്രം ശരിയും ബാക്കിയുള്ളവർ മുഴുവൻ തെറ്റാന്ന് പറയാൻ പറ്റില്ല. അങ്ങ് നേരത്തെ ഞാൻ പറഞ്ഞു മനോരമ വിശ്വസിക്കുന്നില്ല. ശരിയായിരുന്നോ? ഒന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ മനോരമ വിശ്വസിക്കുന്നില്ല. അതെ ശരി. Meet the editors.